ഒരു പേപ്പർ വെയിറ്റായി 1500 കോടി രൂപ വിലമതിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വജ്രം. സ്വന്തം വളർത്തുനായയുടെ കല്യാണത്തിന് കോടിക്കണക്കിന് രൂപ. 350-ലധികം ഭാര്യമാരും 100-കണക്കിന് അന്തഃപുര സ്ത്രീകളുമുള്ള കൊട്ടാരങ്ങൾ. ബ്രിട്ടീഷുകാർ അപമാനിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും വില കൂടിയ റോൾസ് റോയ്സ് കാറുകൾ വാങ്ങി നഗരത്തിലെ ചവറ്റുകുട്ട വലിക്കാൻ ഉപയോഗിച്ച ഒരു രാജാവ്. കേൾക്കുമ്പോൾ എന്തോ ഒരു കഥ പോലെയൊക്കെ തോന്നില്ലേ? എന്നാൽ ഇതൊരു കഥയൊന്നുമല്ല. നമ്മൾ ജീവിക്കുന്ന ഈ ഇന്ത്യയെ ഒരു കാലത്ത് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെയും നവാബുമാരുടെയും യഥാർത്ഥ ജീവിതത്തിലെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. സാധാരണക്കാർ ഒരു നേരം ഉണ്ണാൻ വകയില്ലാതെ അലയുമ്പോൾ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് അവിശ്വസനീയമായ ഭ്രാന്തൻ വിനോദങ്ങളിലും ആഡംബരങ്ങളിലും ആറാടിയ കുറച്ച് രാജാക്കന്മാരുടെ ഹിസ്റ്ററി. ബുക്കുകളിൽ അധികം കാണാത്ത കറുത്ത അധ്യായങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഹൈദരാബാദിലേക്കൊന്ന് പോകാം. 1930-കളിൽ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരായിരുന്നു എന്നറിയോ? അത് ഹൈദരാബാദിലെ അവസാനത്തെ നിസാമായിരുന്ന മീർ ഉസ്മാൻ അലി ഖാൻ ആയിരുന്നു. ഇന്നത്തെ മൂല്യം കണക്കാക്കിയാൽ ഏകദേശം 230 ബില്യൺ US$, അതായത് 2 ലക്ഷം കോടിയിലധികം രൂപ ആസ്തിയുള്ള ഒരു വ്യക്തി. ടൈം മാഗസിന്റെ കവർ ചിത്രമായി വരെ വന്ന നിസാമിന്റെ ആഡംബര ജീവിതം പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ജേക്കബ് ഡയമണ്ട് എന്നൊരു വജ്രം ഉണ്ടായിരുന്നു. 184.75 ക്യാരറ്റ് തൂക്കമുള്ള ലോകത്തിലെ തന്നെ 5ാമത്തെ വലിയ വജ്രമാണ്. ഇന്നത്തെ വിപണിയിൽ ഇതിന് 1500 കോടി രൂപയിലധികം വില വരും. എന്നാൽ ഈ അപൂർവ വജ്രം നിസാം എന്തിനാണ് ഉപയോഗിച്ചത് എന്നറിഞ്ഞാൽ നിങ്ങൾ ഇനിയും ഞെട്ടും. തന്റെ എഴുത്ത് മേശയിൽ കാറ്റടിക്കുമ്പോൾ പേപ്പർ പറന്നു പോകാതിരിക്കാനുള്ള ഒരു സാധാരണ പേപ്പർ വെയിറ്റ്. അതെ, 1500 കോടിയുടെ വജ്രം വെറും ഒരു കല്ല് പോലെ മേശപ്പുറത്തിട്ടു. എന്നാൽ ഇതിലും വലിയൊരു വിരോധാഭാസമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായ നിസാം ജീവിതത്തിൽ ഭയങ്കര പിശുക്കനായിരുന്നു. സ്വന്തം ഷർട്ട് കീറിയപ്പോലും തുന്നി വർഷങ്ങളോളം ഇടുമായിരുന്നു. അതിഥികൾക്ക് നൽകാൻ വെറും ഒരു സിഗരറ്റ് മാത്രം വാങ്ങും. അവരുടെ മുന്നിൽ വെച്ച് അത് പകുതി കത്തിച്ച് ബാക്കി സൂക്ഷിച്ചു വെക്കും. ഇതൊക്കെയാണ് ചരിത്രരേഖകൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ കിടപ്പുമുറിയിൽ നിന്ന് പണം നിറച്ച ചാക്കുകൾ പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പകുതിയും ചിതല് നിന്ന് നശിച്ച രീതിയിലായിരുന്നു. അടുത്ത കഥ ഗുജറാത്തിലെ ജുനഗഡ് എന്ന നാട്ടുരാജ്യത്തെ നവാബായിരുന്ന സർ മൽബത് ഖാൻ റസൂൽ ഖാന്റേതാണ്. ഈ നവാബിന് മനുഷ്യരെക്കാൾ ഇഷ്ടം ശ്വാനന്മാരോടാണ്, അതായത് നായ്ക്കളോടാണ്. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ 800-ലധികം പട്ടികളാണ് ഉണ്ടായിരുന്നത്. വെറും ഒരു വളർത്തുമൃഗമായിട്ടല്ല അദ്ദേഹം അവയെല്ലാം നോക്കിയത്. ഓരോ നായ്ക്കും പ്രത്യേക മുറികള്, ടെലിഫോൺ സൗകര്യം, അതിനെ നോക്കാൻ പ്രത്യേക വേലക്കാര്, പ്രകൃതിദത്തമായ മാംസഭക്ഷണങ്ങൾ എന്നൊക്കെയായിരുന്നു അതിന് ഒരുക്കിയത്. ഈ നായകളിൽ ഏതെങ്കിലും ഒരെണ്ണം ചത്തുപോയാൽ രാജ്യത്ത് ഔദ്യോഗിക ദുഃഖാചരണം, വിലാപയാത്ര വരെ സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ നവാബിന്റെ ഭ്രാന്ത് അതിന്റെ ഉച്ചസ്ഥായിലെത്തിയത് അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട റോഷനാര എന്ന പെൺനായയുടെ കല്യാണം നടത്തിയപ്പോഴാണ്. ബോബി എന്ന പേരുള്ള ഒരു റോട്ട് വീലർ നായുമായിട്ടായിരുന്നു റോഷനാരയുടെ വിവാഹം. ഈ നായക്കല്യാണത്തിന് നവാബ് പൊടിച്ചത് ഇന്നത്തെ കോടിക്കണക്കിന് രൂപയ്ക്ക് തുല്യമായ അന്നത്തെ 1 ലക്ഷം രൂപയാണ്. കല്യാണത്തിന് പങ്കെടുക്കാൻ വൈസ്രോയി ഉൾപ്പെടെയുള്ള പ്രമുഖർക്ക് ക്ഷണക്കത്തയച്ചു. 150-ലധികം രാജകീയ അതിഥികൾ പങ്കെടുത്തു. കല്യാണ ദിവസം ജുനഗഡിലെ പൊതു അവധി പ്രഖ്യാപിച്ചു. നായ്ക്കളെ സ്വർണ്ണാഭരണങ്ങളും വില കൂടിയ പട്ടുവസ്ത്രങ്ങളും അണിയിച്ചാണ് മണ്ഡപത്തിലേക്ക് ആനയിച്ചത്. പാവപ്പെട്ട ജനങ്ങൾ ഒരു തുള്ളി കുടിവെള്ളത്തിനും ഭക്ഷണത്തിനും വേണ്ടി തെരുവിൽ യാചിക്കുന്ന അവസ്ഥയിലാണ് ഒരു നായയുടെ കല്യാണത്തിന് രാജാവ് രാജ്യത്തിന്റെ ഖജനാവ് മുഴുവൻ ധൂർത്തടിച്ചത്. പിന്നീട് 1947-ൽ ഇന്ത്യ പാക് വിഭജന സമയത്ത് ഈ നവാബ് തന്റെ ഭാര്യമാരെയെല്ലാം ഉപേക്ഷിച്ച് സ്വന്തം പ്രിയപ്പെട്ട നായ്ക്കളെയും കൊണ്ട് പാകിസ്ഥാനിലേക്ക് ഓടിപ്പോവുകയാണ് ഉണ്ടായത്. ചരിത്രത്തിലെ ഏറ്റവും ഭ്രാന്തനും കപടനുമായ മറ്റൊരു ഭരണാധികാരിയായിരുന്നു പഞ്ചാബിലെ പാട്യാല മഹാരാജാവായിരുന്ന ഭൂപീന്ദർ സിംഗ്. 1900 മുതൽ 1938 വരെ പാട്യാല ഭരിച്ച ഭൂപീന്ദർ സിംഗ് തന്റെ ആഡംബരങ്ങൾ കൊണ്ടും അവിശ്വസനീയമായ ജീവിത രീതികൾ കൊണ്ടും ചരിത്രത്തിൽ ഇടം പിടിച്ചയാളാണ്. അദ്ദേഹത്തിന് 350-ലധികം ഭാര്യമാരും അനേകം അന്തഃപുര സ്ത്രീകളുണ്ടായിരുന്നു. കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് വേണ്ടി മാത്രം പ്രത്യേകമായി നിർമ്മിച്ച അന്തഃപുരങ്ങൾ ഉണ്ടായിരുന്നു. അതിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സുന്ദരികളായ കന്യകമാരെയും പെൺകുട്ടികളെയും ബലമായി പിടിച്ചു കൊണ്ടുവരുമായിരുന്നു. മഹാരാജാവിന്റെ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയായത് 100-കണക്കിന് പാവം പെൺകുട്ടികളാണ്. അദ്ദേഹം വസ്ത്രങ്ങളില്ലാതെ കൊട്ടാരത്തിൽ നീന്തൽക്കുളത്തിന് ചുറ്റും നടക്കുന്ന പാർട്ടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി മാത്രം 100-കണക്കിന് സ്ത്രീകളെ നീന്തൽക്കുളത്തിന് ചുറ്റും നിർത്തുമായിരുന്നു. ഇതൊന്നുമല്ല കാറുകളോടുള്ള ഭ്രാന്തമായ താല്പര്യം കാരണം 44 റോൾസ് റോയ്സ് കാറുകളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ലണ്ടനിലെ കാർട്ടിയർ എന്ന പ്രശസ്ത ജ്വല്ലറിയെ കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഭരണങ്ങളിലൊന്നായ പാട്യാല നെക്ലേസ് ഉണ്ടാക്കിച്ചത് ഇദ്ദേഹമാണ്. 2930 വജ്രങ്ങൾ പതിച്ച മധ്യത്തിൽ 234 കാരറ്റിന്റെ കൂറ്റൻ മഞ്ഞ വജ്രമുള്ള ഒരു നെക്ലേസ് നിർമ്മിക്കാൻ അന്ന് 3 വർഷമാണ് എടുത്തത്.
ജനങ്ങളെ പട്ടിണിക്കിട്ട് അടിച്ചമർത്തി സ്വന്തം സുഖഭോഗങ്ങൾക്ക് മാത്രം ജീവിച്ചൊരു ക്രൂരനായ രാജാവായിരുന്നു ഭൂപിന്ദർ സിംഗ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചരിത്രത്തിലെ വളരെ പ്രശസ്തമായ എന്നാൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രതികാര കഥയാണ്. രാജസ്ഥാനിലെ ആൽവാർ മഹാരാജാവായിരുന്ന ജയ്സിംഗ് പ്രഭാകറിന്റെ കഥ. 1920-കളിൽ മഹാരാജ ജയ്സിംഗ് ലണ്ടൻ സന്ദർശിക്കുകയായിരുന്നു. സാധാരണ ഒരു വസ്ത്രമൊക്കെ ധരിച്ച് ബോണ്ട് സ്ട്രീറ്റിലെ റോൾസ് റോയ്സ് ഷോറൂമിലേക്ക് കയറി ചെന്ന രാജാവിനെ അദ്ദേഹം ഒരു സാധാരണ ഇന്ത്യക്കാരനാണെന്ന് കരുതി അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരനായ സെയിൽസ്മാൻ അപമാനിച്ചിറക്കി വിട്ടു. പണം കൊടുത്ത് റോൾസ് റോയ്സ് വാങ്ങാൻ ഒരു ഇന്ത്യക്കാരന് ശേഷിയില്ല എന്നായിരുന്നു സെയിൽസ്മാന്റെ പരിഹാസം. എന്നാൽ അത് അൽവാറിലെ മഹാരാജാവിന്റെ അഹങ്കാരത്തിനേറ്റ വലിയൊരു അടിയായിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ ഹോട്ടൽ മുറിയിൽ തിരിച്ചെത്തി രാജകീയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിച്ച് വലിയ ആർഭാടത്തോടെ അതേ ഷോറൂമിലേക്ക് വീണ്ടും പോയി. ഷോറൂമിൽ ഉണ്ടായിരുന്ന 6 പുതിയ റോൾസ് റോയ്സ് കാറുകളും അദ്ദേഹം ഒറ്റയടിക്ക് പണം കൊടുത്ത് വാങ്ങി. അത്രമാത്രം പോരാ, ആ കാറുകൾ മുഴുവൻ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കാൻ ഉത്തരവിട്ടു. ഇന്ത്യയിലെത്തിയ കാറുകൾ അദ്ദേഹം അൽവാർ നഗരസഭയ്ക്ക് കൈമാറി. എന്തിനു വേണ്ടിയാണെന്നറിയോ? നഗരത്തിലെ ചവറുകളും അഴുക്കുകളും കോരി മാറ്റാൻ. റോൾസ് റോയ്സ് കാറുകൾ ഇന്ത്യയിൽ ചവറ്റുകുട്ടയായി ഉപയോഗിക്കുന്നു എന്ന വാർത്ത ലോകമെമ്പാടും പടർന്നു. കമ്പനിയുടെ പേരും പ്രശസ്തിയും മണ്ണടിഞ്ഞു. ഒടുവിൽ റോൾസ് റോയ്സ് കമ്പനി മഹാരാജാവിനോട് ഔദ്യോഗികമായി മാപ്പ് പറഞ്ഞ് സൗജന്യമായി 6 പുതിയ കാറുകൾ കൂടി അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്ത ശേഷമാണ് രാജാവ് കാറുകൾ ചവറെടുക്കുന്നതിൽ നിന്നും മാറ്റിയത്. ഉത്തർപ്രദേശിലെ ഔധ് നാട്ടുരാജ്യത്തിലെ നവാബുമാരും കുറഞ്ഞവരൊന്നും ആയിരുന്നില്ല. നവാബ് വാജിംഗ് അലി ഷാ ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾക്ക് 100 കണക്കിന് ഭാര്യമാരും അന്തഃപുരങ്ങളും ഉണ്ടായിരുന്നു. ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ നൃത്തത്തിലും സംഗീതത്തിലും മൃഗങ്ങളുടെ അംഗം കാണുന്നതിലൊക്കെയാണ് അവർ സമയം കളഞ്ഞത്. തങ്ങളുടെ വിചിത്രമായ വിനോദങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന്റെ ധനം മുഴുവൻ ഇവർ ധൂർത്തടിച്ചു. ചില രാജാക്കന്മാർ കൊട്ടാരത്തിൽ സ്വന്തമായി മൃഗശാലകൾ വരെ ഉണ്ടാക്കുകയും കടുവകളെയും സിംഹങ്ങളെയും വളർത്തുകയും അവയെ തമ്മിൽ പോരടിപ്പിച്ച് രസിക്കുകയും ചെയ്യുമായിരുന്നു. ഇത്തരം വിചിത്ര സംഭവങ്ങൾ ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർക്കിടയിൽ ഒരു സാധാരണ കാര്യമായിരുന്നു. ജനങ്ങൾ ബ്രിട്ടീഷുകാരുടെ നികുതിഭാരം കൊണ്ടും വറുതി കൊണ്ടും വലയുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്ത് സ്വന്തം സിംഹാസനം നിലനിർത്തിയ ഈ രാജാക്കന്മാർ ചരിത്രത്തിലെ വലിയൊരു ദുരന്തം തന്നെയാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയുടെ ചരിത്രത്തിന് പുറകിൽ ഇതുപോലെയുള്ള ഒട്ടനവധി ഇരുണ്ട കഥകളുണ്ട്. ആഡംബരത്തിന്റെ കൊടുമുടിയിൽ വിഹരിച്ച് ഇവർക്ക് ഒടുവിൽ എന്താണ് സംഭവിച്ചത് എന്നറിയോ? 1947-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ നാട്ടുരാജ്യങ്ങളെല്ലാം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തതോടെ ഈ രാജാക്കന്മാരുടെ എല്ലാ അധികാരങ്ങളും ആഡംബരങ്ങളും അസ്തമിച്ചു. ഇന്ന് അവരുടെ വലിയ വലിയ കൊട്ടാരങ്ങളിൽ പലതും മ്യൂസിയങ്ങളും ഹോട്ടലുകളുമായി മാറിയിരിക്കുകയാണ്. ഈ രാജാക്കന്മാരുടെ ഭ്രാന്തൻ തീരുമാനങ്ങളെക്കുറിച്ചും അവിശ്വസനീയമായ ഈ ആഡംബരങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.